എടാ മതി. ഇതെൻ്റെ ഈ വാഴയിലെടുത്ത് അതിൻ്റെ പുറത്തോട്ടിടാം. അപ്പോൾ പിന്നെ ഒത്തിരി തീ അളത്തില്ല, തെങ്ങിന് ചൂടടിക്കത്തില്ല. എല്ലാവർക്കും വീട്ടു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളും, ചെറിയതായിട്ട് കുറച്ച് ദിവസം തണുപ്പൊക്കെ ഉണ്ട്, മഞ്ഞൊക്കെ ഉണ്ട്, വലിയതായിട്ട് അങ്ങോട്ട് ഇല്ലെങ്കിലും മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. അക്കൂടെ എനിക്ക് ജലദോഷത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണം കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പിച്ചിട്ട് കൂടുതലായിട്ട് തോന്നുന്നു. അപ്പം അമ്പലത്തിലെ ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്നലെ കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊണ്ടയെല്ലാം വല്ലതായി തുടങ്ങി. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുള്ള വെയിലും കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ക്ഷീണമാകും. രാവിലത്തെ ഒരു തണുപ്പും പിന്നെ വെയിലും, ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കാറ്റൊക്കെ അങ്ങ് പോയി. രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പം അച്ഛനും കണ്ണനും ഒക്കെ കഴിക്കാനൊക്കെ സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ ബാസുന് ഇങ്ങനെ ചെറിയൊരു ഓട്ടം ഉണ്ടാകൊണ്ട് ബാസുരം പോകേണ്ടതുകൊണ്ട് ബാസുരം കാപ്പിയും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് ഞാൻ നേരത്തെ അങ്ങ് റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പം കാപ്പിയെല്ലാം അച്ഛൻ ട്യൂഷന് പോയേക്കുന്നു. രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചേച്ച് ബാസുരം പോകാനായിട്ട് തുടങ്ങുവാണ്. രാവിലെ ഒരു ചെറിയ ദേഹത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത്ര കാര്യമാക്കി എടുത്തില്ല. ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് ദേഹത്ത് വേദന ചെറുതായിട്ട് പിന്നെയും തുടങ്ങി. തലവേദനയോ മൂക്കടപ്പും ഒക്കെ ആയിട്ടങ്ങ് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി. പക്ഷേങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ കുളിച്ചപ്പോഴത്തേക്ക് അതിന് ഇരട്ടിയായി. അന്ന് കൊണ്ടുവന്ന പച്ചമുളകും കാര്യങ്ങളും ഒക്കെ ഞാൻ നട്ടായിരുന്നു. മൊത്തം നട്ടില്ല കേട്ടോ, പച്ചമുളകിൻ്റെ ആ ക്യാപ്സിക്കോടെ മാത്രമാണ് നട്ടത്. അപ്പം അത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാടിയോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പതിയെ വെള്ളമോട്ട് ഇറങ്ങിയതാണ്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇച്ചിരി സൈഡിൽ കൂടെ ഒക്കെ അതിനെ ചേർത്തൊന്നുമല്ല, ഇച്ചിരി മാറ്റി ഇച്ചിരി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ കുമ്മായമൊക്കെ ഇട്ടെല്ലാം റെഡിയാക്കി വെച്ചിരുന്നായിരുന്നു. അതുകൊണ്ട് അതിനകത്തോട്ടങ്ങ് നട്ടാൽ മതിയായിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന വഴുതന അങ്ങ് പന്നലാകുന്നു. നേരത്തെ ഞാൻ നട്ടു വെച്ചാൽ കേട്ടോ, അതങ്ങ് പന്നലാകുന്നു. പിന്നെ വേറെയും കുറച്ച് പച്ചമുളകിൻ്റെ വഴുതനയുടെയൊക്കെ നടാനുണ്ട്. അപ്പം എല്ലാം ഒന്ന് ചെയ്യാനും എടുക്കാനൊക്കെ വേണ്ടി ഞാൻ ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നാരകമൊക്കെ നടണം, ചെടി നടണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ എല്ലാം ഒന്ന് നോക്കി പച്ചമുളകൊക്കെ ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ അപ്പടി അങ്ങ് പോയി കേട്ടോ, എല്ലാം അങ്ങ് പോയി, ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി. പച്ചമുളകൊക്കെ ഇപ്പം ഒരു വർഷത്തിന് മേളിലായി. 2-3 മൂടൊക്കെ പോയി. എന്നാലും ഒരു 2 മൂട് അതിനകത്ത് നിൽപ്പുണ്ട്. 2 തൈ നിൽപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് പച്ചമുളകൊക്കെ കിട്ടുന്നുണ്ട്. 5-6 വെച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ നട്ട പച്ചമുളകിന് ഒരു ഇച്ചിരി വെള്ളമൊക്കെ രാവിലെയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു ഇച്ചിരി തണുപ്പൊക്കെ ഒന്ന് രാവിലെ ആകുമ്പോൾ നല്ല തണുത്ത വെള്ളമല്ലേ, അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയൊക്കെയാണ്. അപ്പം നമ്മുടെ കോവലയിൽ ഇപ്പോൾ അത്യാവശ്യം കോവയ്ക്കായും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോവയ്ക്കൊക്കെ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കോവയ്ക്കൊക്കെ പറിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോസൊക്കെ ആയിട്ടോ, എപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്, തീരെ വയ്യാതായിപ്പോയായിരുന്നു. അന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് തീരെ വയ്യാതായി. പക്ഷേങ്കിൽ നടാനുള്ള മുഴുവൻ നട്ടിട്ടാണ് ഞാൻ പിന്നെ എന്നാലും 2 ദിവസത്തേക്ക് റെസ്റ്റ് ആവുമായിരിക്കും എന്ന് എനിക്കറിയാം, തീരെ വയ്യാതാവുമെന്നറിയാം. അതുകൊണ്ട് പിന്നെ പച്ചക്കറി ആണെങ്കിലും എല്ലാം നടാനുള്ളതൊക്കെ നട്ടേച്ച് ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഇന്നാണ്. ഇപ്പോഴും തൊണ്ടയ്ക്കൊക്കെ നല്ല വേദനയാണ് കേട്ടോ. അന്ന് നല്ലപോലെ വേദനയൊക്കെ ഉണ്ടായി തൊണ്ടയ്ക്കൊക്കെ. പക്ഷേങ്കിൽ എന്നാലും എല്ലാം ഒന്ന് നട്ടെല്ലാം വെച്ചേച്ച് ഇരിക്കാന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ഇവ നമ്മൾ വെച്ചിരുന്ന വേദനയിലൊക്കെ പറ്റിയത് പോയെങ്കിൽ നമുക്കൊരു വിഷമത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഇനി അതെല്ലാം നട്ടിട്ടാട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടാനായിട്ട് ഇച്ചിരി ചാണകമൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ പശുവുള്ള വീടുണ്ട്. അപ്പോൾ അവിടെ ചാണകം ഒരു പറമ്പിലാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ല ഉണങ്ങിയ ചാണകം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പോയി ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നേച്ചാണ് ചെടിയും കാര്യങ്ങളും ഒക്കെ നടാനായിട്ട് തുടങ്ങിയത്. ചെടിയൊക്കെ നടുന്നതിന് മുന്നേ തന്നെ ഞാൻ പറമ്പ് കഴിഞ്ഞ ദിവസം തെളിച്ചിട്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ചപ്പ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പറമ്പ് അല്ലാതെ ഇങ്ങനെ തൊഴിലുറപ്പുകാർക്കൊക്കെ തെളിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. പക്ഷേങ്കിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട് കേട്ടോ. അവരുടെ മുറ്റവും നമ്മുടെ പറമ്പും ഒരേ ഇതായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം ഇപ്പോൾ ഭയങ്കര അങ്ങോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ട് വരിക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാടെന്ന് പറഞ്ഞാൽ നല്ലപോലെ കാടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ടുള്ള കാടായിരുന്നു. അപ്പം ഞാനോർത്ത് ഞാനും കണ്ണനും കൂടെ ഇറങ്ങി കുറച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അപ്പടി വള്ളി അതിനകത്ത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഒരുവിധം എല്ലാം തെളിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തീയിടാമെങ്കിൽ അവിടുത്തെ അത്രയും കൂടെ കാടങ്ങ് പോകുമല്ലോ എന്ന് ഓർത്തു. പിന്നെ ബാക്കി സ്ഥലം കിടക്കുന്നത് തൊഴിലുറപ്പുകാർ വരുമ്പോൾ അവരെ കൊണ്ട് തെളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ബാക്കി തെളിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അത് കത്തിക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് കത്തിച്ചേച്ചൊക്കെ കഴിഞ്ഞേച്ച് കയറി പറമ്പിൽ നിന്നെല്ലാം ഇരുട്ടതിന് മുമ്പേ കയറി പറമ്പിൽ നിന്ന് വന്നേച്ച് ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ച് പിന്നെയാണ് ചെടിയൊക്കെ നട്ടത്. ആദ്യം ഞാൻ തന്നെയാണ് എല്ലാം കത്തിക്കാനായിട്ട് ഇറങ്ങിയത്. കണ്ണനൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ഇങ്ങ് ഇറങ്ങിപ്പോന്നു. കണ്ണനും ഞാനും കൂടെ പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഭയങ്കര ബഹളമാട്ടോ. കാര്യം ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കത്തില്ലെന്നേ. പുള്ളിക്ക് പുള്ളിയുടെ കൈ വാക്കത്തെയും കൂടെ ഉണ്ടെങ്കിൽ കാണുന്നതെല്ലാം വെട്ടിക്കളയുക, അതാണ് പരിപാടി. ഈ തെങ്ങൊക്കെ നല്ലപോലെ വന്നതാണ്. ഇതിനകത്ത് ഒരുമാതിരി മുള്ളു പോലത്തെ ഒരു സംഭവം കയറി ഇതങ്ങ് മൂടിക്കളഞ്ഞാണ്. ഈ തെങ്ങിൻ്റെ പൊക്കത്തിൽ കാടായിരുന്നു കേട്ടോ. അതങ്ങ് മൂടിയിട്ട് അവിടെ ഒരു തെങ്ങുണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെട്ടിയെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഓലയും എല്ലാം അങ്ങ് ഒടിഞ്ഞു പോയി, അങ്ങ് മടലൊക്കെ. അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങ് കോതി വെട്ടി. ഇനി തെങ്ങ് ശരിയാവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ശരിയായില്ലെങ്കിൽ ഇപ്പോൾ കുറേ തെങ്ങ് തൈയൊക്കെ അങ്ങ് പോയി കേട്ടോ, ഇങ്ങനെ ശ്രദ്ധിക്കാതൊക്കെ. അപ്പം ഞാൻ ആദ്യം ഇറങ്ങി കുറേ എല്ലാം ഒന്ന് കത്തിക്കാനും എടുക്കാനും എല്ലാം തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞാണ് കണ്ണൻ വന്നത്. എടാ പേപ്പർ എടുത്ത് കത്തിക്കണം. അവിടെയൊക്കെ കുഴിയാണ്. അവിടെ ആ ചപ്പ് കിടക്കുന്നവർ നിനക്ക് തോന്നുന്നു അവിടെ മണ്ണല്ല കേട്ടോ, കുഴി. അങ്ങോട്ട് താട്ട് വീഴുവോ നീ? ഇനി മാറിക്കേ. ഇതേ അവിടെ നിന്ന് ഒരു പേപ്പർ എടുത്ത് ഇങ്ങോട്ട് കത്തീര്. ഇവിടെ ഇത് ഈ ചപ്പ് കത്തീര്. പേപ്പർ എടുത്ത് ഇതിന്റെ പുറത്തോട്ടൊരു പേപ്പർ കത്തിച്ചു. അതുകൊണ്ട് ഇവിടെ എന്നെ നോക്ക് നീ ആദ്യമേ. ഇതേണ്ട ഈ കമ്പ് കാണിച്ചേക്കുന്നുണ്ട് അവിടത്തോട്ട്. ഇതേണ്ട അതേ ഇഷ്ടം പോലെ പേപ്പർ കിടക്കുന്ന അവിടെ നോക്ക്. നീ ഞാനും കൂടെ ചെയ്ത പോലാണോ അതോ ഞാൻ തന്നെ ചെയ്താണോ വൃത്തിന്ന്? യോ എടാ നുണയാ. നീ ഞാനും കൂടെ ചെയ്ത സ്ഥലം അതാണ്ട് ഈ കിടക്കുന്നത്. നീ എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കത്തില്ല, നീയും ചെയ്യത്തില്ല. 1 മണിക്കൂർ കൊണ്ട് ഞാൻ വൃത്തിയാക്കിയതാ. 1 അല്ല 2, 2.5. പുകയാ ഭയങ്കര. ഇതിന്റെ പുറത്തോട്ടങ്ങ് വെച്ചാൽ മതി. നിക്ക്. അയ്യോ പോടാ, പേപ്പറും പോയി, എല്ലാം പോയി. നീ ഒരു പേപ്പർ കത്തിച്ചെറിയാം, ഞാൻ കമ്പിനകത്തോട്ടിടാം. വേണ്ട, ഈ തുമ്പത്തൂന്ന് കത്തിക്കടാ. നീ പുകയ്ക്കാത്തതിനകത്തിനാ പോയി തുമ്പത്തൂന്ന് കത്തിയത്. വേണ്ട, തുമ്പത്ത് തീ അണയുന്നതിന് മുമ്പ് കത്തിക്കട പൊട്ടാ. അത് ചിലപ്പോൾ അണഞ്ഞു പോകും. ഇവിടെ നീ മാറിക്കും. നീ അതിനകത്തോട്ട് വെച്ചോളാം. മുള്ള കയ്യെ മുള്ളു കൊള്ളും. നീ അറിഞ്ഞ് ഇനി കത്തിക്കോളും. മാറിക്കും. കത്തിക്കഴിഞ്ഞ് മാറിക്ക്. തീ ഭയങ്കരമായിട്ട് ആളും. എടാ മതി. ഇതെൻ്റെ ഈ വാഴയിലെടുത്ത് അതിൻ്റെ പുറത്തോട്ടിടാം. അപ്പോൾ പിന്നെ ഒത്തിരി തീ ആളത്തില്ല, തെങ്ങിന് ചൂടടിക്കത്തില്ല. ഇട്ടൂടാ ചെറുക്ക, അതിൻ്റെ പുറത്തോട്ടിടാ. തീരെ പുറത്തോട്ട്. എടാ കഷ്ടമുണ്ടടാ, തെങ്ങിന് ചൂടടിക്കൂടാ. നീ ചെയ്തേ. എടാ അത് ഇട്ടാ അന്നേരം ഒത്തിരി ചൂട് വരത്തില്ല. എടാ നീ ഞാൻ പറഞ്ഞ് ഈ കിടക്കുന്നതല്ല. ഇവനും ഞാനും കൂടെ ഇറങ്ങിയുള്ള കുഴപ്പമില്ല. ഞാൻ ചക്കെന്ന് പറയാൻ അവൻ കൊക്കെന്ന് കാണിക്കും. അതിലെടുത്തേ. ആ തീരെ പുറത്തോട്ടെ. ഒരു ഐഡിയ ഇല്ല ഒന്നും ചെയ്യുന്നതിനെ. നീ മാറിക്കാൻ ഇട്ടോളാം. ഒരു പുക വരുമ്പോഴത്തേക്ക് തീരാന്നതേ ഉള്ളൂ. തീ കുരുത്തമെന്നൊക്കെ ചിലപ്പോൾ എന്നോട് പറയുമല്ലോ. ഒരു പുക വരുമ്പോഴേ വാടും. അപ്പോൾ പിന്നെ തീ വന്നാൽ എന്നായിരിക്കും അവസ്ഥ? അതിൻ്റെ ചാരമാണ്. ഏത് അത്രയും കത്തി കഴിയുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്തെ ആ ചപ്പും കൂടെ അങ്ങ് തെളിഞ്ഞു. മുള്ള ഇത്. നീ എൻ്റെ അരിവാളും കൊണ്ടങ്ങ് വലിക്ക്. കണ്ട കാലിലൊക്കെ ഒരഞ്ഞ് മുറിയും. കാണാം എൻ്റെ കാല് മുഴുവൻ മുറിഞ്ഞിരിക്കും. എൻ്റെ കാലിലെല്ലാം മുള്ളായിരുന്നു നിങ്ങൾക്ക്. ഈ പൊടി പോലത്തെ മുള്ള്.
പുക പുക ഏതാ നാറ്റം ഏതാന്ന് അറിയാൻ പറ്റാത്ത തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. നീ അതൊന്നും ചെയ്യണ്ട. അതാ ആളിക്കണ്ടടാ, തെങ്ങിന് ചൂടടിക്കൂടാ. ഒന്നാമത് കാട് കയറിയ തെങ്ങ് ഒരു പരുവായി. അയ്യോ ഭയങ്കര പുക കേട്ടോ. ഗ്യാസ് വരുന്നു. ഏതാ എലി ഏതാണ്ട് കുഴിച്ചിട്ടേക്കുന്ന. ഇവിടെ ഭയങ്കര എലിശല്യം. കുഴിക്കുണ്ട് അങ്ങനെ, അവിടെ കിടന്നോട്ടെ അത്. എടാ അതിനകത്ത് ഒന്നും ഇല്ലടെ ചെറുക്ക, അതിനകത്തൊന്നും ഇരിക്കണം. നീ ആ മണ്ണ് ഇടിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. ഇവിടെ ഈ ഏത്തവാഴയുടെ തൈ എങ്ങാണ്ട് നിൽപ്പുണ്ടായിരുന്നു. അയ്യത് ഈ കല്ല് പെറുക്കരുത്. എന്താണ്ട് ഈ കല്ലിട്. ഇവൻ ഈ കമ്പ് ഓടിക്കും. ഞാൻ അണിച്ച മക്കളോ കമ്പ് കല്ലങ്ങനെ എടുത്തില്ല, എന്നിട്ട് ചവിട്ടി ഇങ്ങനെ നോക്കി, അതിന് പിന്നെ കുഴപ്പമില്ല. പേപ്പർ തീർന്നോ? ചാണകമായ സ്മെല്ലുണ്ടാവും. അപ്പം നീ കർഷകരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നായിരിക്കും? കർഷകരുടെ വീട്ടിൽ പോവാതിരുന്നാ പോലെ എന്നെ അവിടെ കെട്ടിക്കത്തുള്ളൂ ഞാൻ. കണ്ണമ്മ ഇവിടെ എൻ്റെ കുഞ്ഞിന് പനി കുറവുണ്ടോ ഇല്ല. വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നീ കാരണം കൊച്ചും കൂടെ തല്ലി മേടിക്കുന്നത്. ഞാനിത് ബ്ലേഡോ ചാണകം എടുക്കുന്നൊക്കെ. ഈ ചെടിച്ചട്ടി കഴിഞ്ഞ ദിവസം ബാസറ മേടിച്ചിട്ട് വന്നതാണ്. എറണാകുളത്ത് നിന്ന് മേടിച്ച കേട്ടോ, ഇവിടെ നിന്നും അല്ല. ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നല്ല വിലയാകും. അപ്പോൾ അവിടെ വലിയ വിലയില്ലായിരുന്നു ചെടിച്ചട്ടിക്ക്. അത് പെയിൻ്റ് അടിക്കാത്ത ചെടിച്ചട്ടിക്ക് 10 രൂപ പിന്നെയും കുറവുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ച് തന്നെ ഇങ്ങനെ നോക്കി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്നിച്ച് പെയിൻ്റ് അടിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ 2 ചട്ടിയും മേടിച്ചുകൊണ്ട് വന്നുള്ളൂ കേട്ടോ. കാര്യം കൊള്ളാവോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നില്ല. 2 എണ്ണം മാത്രമായിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴേലും പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നല്ല ചെടിച്ചട്ടിയായിരുന്നു കേട്ടോ. 80 രൂപയേ ഉള്ളൂ. പക്ഷേ നല്ല വലിപ്പമുണ്ട്. നമുക്ക് വലിയ സൈസ് ചെടികളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ബാസർ നല്ല ഉറക്കമായിരുന്നു ഓട്ടം പോയിട്ട് വന്നിട്ട്. അപ്പം ബാസർ എണീക്കുന്നതിന് മുമ്പ് ഞാൻ ജോലിയെല്ലാം തീർക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. പക്ഷെ നടന്നില്ല. ബാസർ വഴക്ക് പറയും, വയ്യാതൊക്കെ കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴത്തേക്കും നിനക്കൊന്ന് മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വലുതായിട്ട് ജോലിയൊന്നും ചെയ്തില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഇനിയും കുറേ ചെടിച്ചട്ടി കൂടെ മേടിക്കണമെന്ന് പറഞ്ഞു ബാസറിൻ്റെ അടുത്ത്. അവിടെ നിൽക്കുന്ന എല്ലാം ഈ പ്ലാസ്റ്റിക് ചട്ടിക്കകത്താണ് നീ വെച്ചേക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ചട്ടിക്ക് തന്നെ 40 രൂപ കൊടുക്കണം. അതിൻ്റെ കൂടെ 40 കൂടി ഇട്ടാൽ പിന്നെ നല്ലൊരു ചട്ടി ഇടത്തില്ല. ഇത് ഇച്ചിരി വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് ചട്ടി വെയിലും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് പൊടിയാൻ തുടങ്ങും. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി വരുമ്പോൾ മേടിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കണ്ണന് നല്ല പനിയായി. കണ്ണന് ടാബ്ലറ്റൊക്കെ കൊടുത്തേച്ച് കണ്ണനോട് ഞാൻ കിടക്കാൻ പറഞ്ഞായിരുന്നു. കണ്ണന് നല്ലപോലെ ചൂടുണ്ടായിരുന്നു. കണ്ണൻ താഴെ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് കണ്ണൻ കയറി വന്ന് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ണന് നല്ലപോലെ ചൂടാകാൻ തുടങ്ങിയത് ശരീരം. അവന് വന്നപ്പോഴേ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം അത്ര വലിയ മൈൻഡ് കൊടുത്തില്ല, കുഴപ്പമില്ലെന്ന് ഓർത്തിരുന്നു. പക്ഷേ അവനെ നല്ലപോലെ പനിക്കാൻ തുടങ്ങി. ഇവിടെ അച്ഛനും കണ്ണനും ഒരു ചെറുതായിട്ടൊരു ക്ഷീണം വന്നത്. അന്നേരം നല്ലപോലെ ഇവർക്കങ്ങ് പനിക്കും. ചെടിക്കകത്തിനുള്ള മണ്ണൊക്കെ ഞങ്ങളെടുത്തത് അപ്പുറത്തെ സൈഡിൽ കുറച്ച് കൂർക്കയൊക്കെ നട്ടിട്ടില്ലായിരുന്നു, അവിടെ നിന്നാണ്. ആ കൂർക്കയുടെ ഇതൊക്കെ കുറച്ച് മാറ്റി വെച്ച് ആദ്യം ഞാൻ കുറച്ച് മണ്ണെടുത്തു. പിന്നെയും കുറച്ചും കൂടെ മണ്ണ് ആവശ്യമുണ്ടായിരുന്നു. ഒരു ചെടിയും കൂടെ നടാനുണ്ടായിരുന്നു. അപ്പോൾ അത് നടാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെയാണ് പോയി മണ്ണെടുക്കാൻ പോയത്. അവിടെ കൂർക്ക പറിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ പറിച്ചപ്പോൾ കുറേ കൂർക്ക കിട്ടി. കൂർക്ക ഇവിടെ ഉണ്ട്. ഇത് നേരത്തെ പറിക്കേണ്ടായിരുന്നു. ഇതുണ്ടോ കൂർക്കയല്ലത്, ഇത് കൂർക്കയാടി. അല്ല ഒരു ഇഞ്ചിയുടെ സ്മെല്ല്. അല്ല നോക്കിയേ, കൂർക്കയല്ല. ഇവിടുന്ന് ഇപ്പം അതിൻ്റെ ഇല പറിച്ച് കളഞ്ഞതേ ഉള്ളൂ ഞാൻ. കൂർക്കയല്ലത്. ആണ് അല്ല അല്ലെന്ന് പറഞ്ഞിട്ടില്ല. മേടിക്കും കേട്ടോ. ഇതേണ്ട ഈ സംഭവത്തിന്റെ പേര് കൂർക്ക എന്നാ. ഇത് കണ്ടോ, ഇത് കണ്ടോ, എന്നാ കൂർക്കയായിരിക്കും. ഇതേണ്ട ഇത് അതിൻ്റെ ഇല. ഇത് കണ്ടോ ഇല, കണ്ടോ ഇതിന്റെ? അത് പനിക്കൂർക്കയല്ലേ? കമ്പുണ്ടായിരുന്നു ഇങ്ങനെ കുത്തുന്ന കമ്പ്.
അതിനകത്തുണ്ട്. അപ്പോൾ ആ മണ്ണിനകത്ത് ആ കൂർക്ക കിട്ടി. ഇത് കേട്ടോ കൂർക്ക ഉണ്ടായി വെടിയിലോട്ടൊക്കെ പൊട്ടിച്ച് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ഇതിനകത്ത് നാരകം നടാൻ വേണ്ടി കേട്ടോ ഇതിനകത്ത് മണ്ണൊക്കെ ഞാനൊന്ന് മാറ്റുവാണ്. അപ്പോൾ ഈ മണ്ണ് കുറച്ചങ്ങ് അരിച്ചെടുക്കാമെങ്കിൽ വേറെയും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നടാനുണ്ട്. അപ്പോൾ അതിനകത്തിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തന്നെയല്ല ഈ ടയറൊന്ന് നേരെയാക്കി വെക്കുകയും ചെയ്യണം. ഇതൊക്കെ ഇച്ചിരി ചെരിഞ്ഞൊക്കെ ഇരിക്കണേ. ഇതിനകത്ത് നേരത്തെ ഇഞ്ചി നട്ടിരുന്നായിരുന്നു കേട്ടോ. ഇഞ്ചി ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തായിരുന്നു അതിനകത്തുനിന്ന്. അതിനകത്ത് കുറേയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇഞ്ചി. അതും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചേച്ച് ഞാൻ മണ്ണെല്ലാം ഒന്ന് അരിച്ചെടുത്തേച്ച് അത് നടാനായിട്ട് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ മണ്ണെടുക്കുമ്പം കുറച്ച് വെയിറ്റ് കുറയും ടയറിൻ്റെ. കാര്യം ഒരനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇപ്പോൾ ടയറെടുത്ത് വലിച്ചെടുക്കാനായിട്ട്. അന്നത്തെ ആ വേദന കുറേ ദിവസം ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ടയറ് മണ്ണോട് കൂടി ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കത്തില്ല. എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതിനകത്തെ മണ്ണും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തേച്ച് വേണം അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു ടയറും കൂടെ വെക്കണം. വെച്ചിട്ട് വേണം അതിനകത്തോട്ട് നടാനായിട്ട്. അപ്പം ഇപ്പം തന്നെ സമയം ഒത്തിരി ഇരുട്ടി കേട്ടോ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. പിന്നെ ഞാനോർത്ത് ഇനി ബാക്കി നാളെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ മണ്ണും കാര്യങ്ങളും എല്ലാം കുറച്ച് ഞാൻ അരിച്ചെടുത്തേച്ച് ബാക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഞാനത് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഒന്നാമത് എല്ലാം ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരി അങ്ങ് ഇരുട്ടി. ആ കൂടെ ഞാൻ പറഞ്ഞില്ലേ തൊണ്ടയ്ക്ക് വേദനയും ദേഹത്ത് വേദനയും വയ്യാഴികയും എല്ലാം ഉണ്ട്. അതെങ്ങനെയും ഇന്നങ്ങ് തീർക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് എടുത്ത് മാറ്റാമെന്ന് അത്രയും മണ്ണൊക്കെ ഞാൻ അതിൽ നിന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഇരുട്ട് വീണു. ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബാക്കി എടുത്തേക്കുന്നത് പിറ്റേ ദിവസം വീഡിയോ കേട്ടോ. പിറ്റേ ദിവസം ഞാനിത് മണ്ണ് മാറ്റുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഒരു തരത്തിൽ അതെല്ലാം ഒന്ന് ചെയ്ത് മാറ്റിയതേ ഉള്ളൂ. ഇത് പിറ്റേ ദിവസം എടുത്താൽ കേട്ടോ. പിറ്റേ ദിവസം അപ്പം ഞാൻ രാവിലെ ചെടി നട്ടതിൻ്റെയൊക്കെ വീഡിയോ ആണ് ആദ്യം എടുത്തത്. ഇതായിരുന്നു ഒരു ചെടി. ഇതൊരു വയലറ്റ് കളർ സൈസ് പൂവുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചേട്ടൻ എനിക്ക് കൊണ്ട് തന്ന് അതങ്ങ് പോയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇന്നലെ അവിടെ പോയപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. സ്ട്രോബെറിയൊക്കെ ഒരെണ്ണം പഴുത്ത് പക്ഷേ അതങ്ങോട്ട് ആ തണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയായിട്ടില്ല. എനിക്കൊന്ന് ഇനി കൊണ്ടുവന്ന വഴിക്ക് വല്ല തണ്ട് ചതയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും. നമ്മളത്രയും ദൂരം കൊണ്ടുപോകുന്നതല്ലേ. അന്നോട്ട് ഒരു ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു ആ തണ്ടിന്. അപ്പം വേറെയും പൂക്കളൊക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ നമ്മുടെ മാവേലൊക്കെ കണ്ണിമാങ്ങയുണ്ട്. പിന്നെ പണ്ടുള്ളവർ പറയും മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് പറയുന്നല്ലേ. ഇതൊന്നും കണ്ട് നമ്മൾ പ്രതീക്ഷ വെക്കുന്നില്ല. മാങ്ങ ആയിക്കഴിഞ്ഞാൽ ആയെന്ന് മാത്രം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊക്കെ ഒരുപാട് പൂത്തേച്ച് മാങ്ങയെല്ലാം പൊഴിഞ്ഞു പോകുമായിരുന്നു കണ്ണിമാങ്ങയെല്ലാം. ഇത് ഇങ്ങനെ തളിർത്ത് വന്നേച്ചാട്ടോ ഇത് പൂ കൊണ്ടുവന്നത്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മാവ് തളിർത്താൽ പിന്നെ പൂക്കില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു തളിരില പോലെ വന്നിട്ടാണ് അതിൽ മൊട്ടും പൂവൊക്കെ വരുന്നത്. മാവൊക്കെ വീണ്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തളിർത്തൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്നലെ പറിച്ച ഇഞ്ചിയും കാര്യങ്ങളൊക്കെയാണ്. ഈ പിച്ചാത്തി എടുത്ത് വെക്കാൻ മറന്നുപോയെന്നേ ഇന്നലെ ഇതും കൊണ്ട് ആ കവറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ അങ്ങ് മറന്നുപോയി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ നാരകമൊക്കെ നട്ടു. ഇച്ചിരി ചാണകവും പിന്നെ അരിച്ച കുറേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം അതൊക്കെ അടിയിലൊക്കെ ഇട്ട് ഇതായിട്ട് നട്ടു. 3 ടയറിലാണ് നട്ടു വെച്ചേക്കുന്നത്. ടയറാകുമ്പോഴത്തേക്ക് പോകുമെന്നുള്ള പേടി വേണ്ട. കുറേ നാളത്തേക്കൊക്കെ നിൽക്കും. ടയർ അങ്ങനെ പെട്ടെന്ന് ഇതായി പോകുന്നതല്ലല്ലോ. അതുകൊണ്ട് കുറേ നാളത്തേക്ക് അത് നിൽക്കും. അപ്പോൾ അരിച്ചു വെച്ച മണ്ണൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതിനി നാളെയല്ല ഇനി ഇതെല്ലാം ഒന്ന് മാറിയിട്ടൊക്കെ ഉള്ളൂ. ചെടിച്ചട്ടിക്കകത്തോട്ടൊക്കെ നട്ട് കുറേ ചെടിയൊക്കെ നടാനുണ്ട്. പിന്നെ മണ്ണിയും കുറച്ച് മാറ്റി വെച്ചേക്കുവാണ്. വേറെ മറ്റേ ചെടിച്ചട്ടി ഇനി മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതിനകത്തോട്ടങ്ങ് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ പച്ചമുളക് കേട്ടോ. അതൊന്നും നട്ടില്ല. അതൊക്കെ ഇനി നടണം. ഗ്രോ ബാഗൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്തോട്ട് നട്ടാൽ മതി. വഴുതന ഇതൊന്നും നട്ടില്ല. ബാക്കി ആ പച്ചമുളക് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം നട്ടത്. കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി ഒന്നൊക്കെ ഇതായി കഴിയുമ്പോൾ ഇച്ചിരി ജൈവവളം കൂടെ മേടിച്ചിടണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാണകപ്പൊടി ഇരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുളകിൻ്റെ ഇതുമെല്ലാം നട്ട് ഇതെല്ലാം എടുക്കുക. ഇവിടെ എല്ലാം മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ. മണ്ണും ചാണകത്തിൻ്റെ ചാക്കും പിന്നെ ഇഞ്ചി പറിച്ചതും എല്ലാം ഉണ്ട്. ഇഞ്ചി പറിച്ചതൊക്കെ ഇനി എടുത്ത് അകത്ത് വെക്കണം. അപ്പം ഇതെല്ലാം ഈ കാന്താരി ആണെങ്കിലും ഒക്കെ ഞാൻ ഇതിനകത്തോട്ട് നട്ടേക്കുന്നത്. കാന്താരിയൊക്കെ കുറേ നാളത്തേക്ക് നിൽക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ളതിനകത്താകുമ്പോൾ പെട്ടെന്ന് ഇതായിട്ട് നടക്കുമല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ പുറം വേദന പരത്തിയ ടയർ.
അതുകൊണ്ട് കാണുമ്പോൾ ഇപ്പോഴേക്കും വേദനയുടെ കാര്യം ഓർമ്മ കയറിനകത്ത് പച്ചക്കറി ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം വയ്യ, എന്നാലും ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തങ്ങ് ഇടുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.